ഹായ് ഗൈസ്, പെൺകുട്ടികളുള്ള എല്ലാ വീട്ടുകളിലും ഈ ഒരു സന്ദർഭം കടന്നു പോകും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ ഒരു കല്യാണം, സ്ത്രീധനം സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാ വീടുകളും, സാധാരണപ്പെട്ട വീട്ടിൽ ഇത് പ്രത്യേകിച്ച് കൂടുതലാണ്. എങ്ങനെ ആ ഒരു സംഭവം ഒപ്പിച്ചെടുക്കുക, എങ്ങനെ ഒരു കല്യാണ സംഭവം തീർത്ത് എങ്ങനെ ഒരു ബാധ്യത ഇല്ലാതാവും എന്നുള്ളത് പ്രധാന ചിന്തയാണ്. ഇപ്പൊ കാലഘട്ടം മാറുന്നതുകൊണ്ട് കുറെ ഫാമിലികളും കുറെ ആൾക്കാരൊക്കെ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നവരുണ്ട്. അത് സ്ത്രീധനമൊന്നും വേണ്ട, സ്ത്രീ തന്നെയാണ് ധനം എന്നെല്ലാം പറഞ്ഞിട്ട് മാറി ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. അതല്ലാതെ ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ ഒരു കുടുംബങ്ങൾക്കും പെൺകുട്ടികളിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് ആയിട്ടുള്ള പടമാണ് ബേസിൽ ജോസഫിന്റെ പൊന്മാൻ. സിനിമയിലോട്ട് കടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെൺപക്ഷം, അതായത് കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയുണ്ട്, ആൺകുട്ടിയുടെ സെക്ഷനും ഉണ്ട്, രണ്ട് ഭാഗമുണ്ട്. ഈ പെൺകുട്ടിക്കുള്ള പ്രശ്നം സ്ത്രീധനാണ്. ഈ കല്യാണം കഴിക്കുന്ന പുരുഷന്റെ സെക്ഷൻ നോക്കിയാലും അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും അവരും ചെയ്യേണ്ടി വരുന്നത് സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്കും ഒരു പെങ്ങളുണ്ട്. അതാ പറഞ്ഞത്, ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അയാളെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇയാളെ ഭാഗത്തല്ലേ ശരി, അല്ലെങ്കിൽ ഇയാളെ ഭാഗത്തല്ലേ തെറ്റ് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്പാൻ ചെയ്യുന്നൊന്നും ശരിയല്ല. പക്ഷെ അമ്പാൻ എന്തിനാണ് ചെയ്യുന്നത്? വീണ്ടും പെങ്ങളെ കെട്ടിച്ചു വിടാൻ. അവൾ ടോട്ടൽ നോക്കിയാൽ എല്ലാ മനുഷ്യരും മോശമാവുന്നുണ്ട് സാഹചര്യം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന പൊന്മാനായിട്ടാണ് ബേസിലൂടെ വരുന്നത്. ബേസിലെ ക്യാരക്ടർ അടിപൊളിയാണ്. നമ്മൾ ഇതുപോലത്തെ സ്ത്രീധന പ്രശ്നവും വിഷയങ്ങളും സംസാരിക്കുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ അട്രാക്റ്റീവ് ആക്കുന്നത്, സ്പെഷ്യൽ ആക്കുന്നത് നമ്പർ 1 ഫാക്ടർ വരുന്ന ബേസിലെ ക്യാരക്ടറാണ്. അജീഷ് എന്നുള്ള ക്യാരക്ടറാണ്. അത് ബേസിൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ബേസിൽ എനിക്കൊന്ന് ധ്യാനമായിട്ട് കടുത്ത മത്സരത്തിലാണ്. എല്ലാ ആഴ്ചയിലും ഒരു സിനിമ വേണമെന്ന് ബേസിൽ നിർബന്ധമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ആഴ്ചകളിലും ഓരോ പടങ്ങൾ ഇറങ്ങും, അതെല്ലാം ഹിറ്റായി മാറും ചെയ്യും. പ്രാവിൻകൂടിൽ കുറച്ച് പേരെങ്കിലും ബേസിൽ മോശമായി എന്ന് പറഞ്ഞവരുണ്ട്, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് പറഞ്ഞവരുണ്ട്. പക്ഷെ അവർ പോലും ഇതിൽ തിരുത്തി പറയും. കാരണം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, ഇനീഷ്യലി ഉള്ള സീനുകളുണ്ട്, ഈ കല്യാണ വീട്ടിലോട്ട് ബേസിൽ എത്തിച്ചേരുന്നതും എല്ലാവരോടുള്ള ഫ്രണ്ട്ലി ആയ ഒരു അജീഷ് എന്നുള്ളൊരു ക്യാരക്ടറും. എന്നാൽ നമ്മൾ ഈ ഒരു എഗ്രിമെന്റിന് പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം സംഭവം അതാണ്. അതല്ലാത്ത പക്ഷം ഞാൻ കളി മാറ്റി കളിക്കുന്നു കാണിക്കുന്ന ബേസിലിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. അത് ഡയലോഗിലായാലും അതുപോലെ തന്നെ ആക്ടിങ്ങിലായാലും ഉള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവങ്ങളെല്ലാം കിടുവാക്കിയിട്ടുണ്ട് ബേസിൽ. ഇതിൽ ഒരുപാട് ഇമോഷണൽ ആവുന്ന സീനുകളുണ്ട്. എന്നാൽ അതിന് വളരെ ഇമോഷണൽ ആക്കിയിട്ടില്ല തിരക്കഥയെ തന്നെ. പുള്ളിക്കാരനും അതൊട്ടും ഇമോഷണൽ ആക്കാതെ അത് കറക്റ്റായി പിടിച്ചിട്ടുണ്ട്. അജീഷ് എന്നുള്ളൊരു ക്യാരക്ടർ സീരിയസ് ആവുന്ന സമയത്ത് അയാൾക്ക് അത്രയും ചെയ്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും അത്രയും അങ്ങ് ഹൈ പിടിക്കാതെ ഒന്ന് ടോൺ ഡൗൺ ചെയ്ത് ഒരു കൂൾ ചില്ലായ മനുഷ്യൻ. അതായത് നമ്മൾ ആഫ്റ്റർ ഓൾ ജീവിക്കുന്നത് സന്തോഷത്തിനാണ്, സമാധാനത്തിനാണ്. ആ ഒരു സംഭവം പിടിച്ചിട്ടാണ് ബേസിൽ അഭിനയിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം അമ്പാനായിട്ട് കൊമ്പ് ഓർക്കുന്ന ഒരു സീൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡയറക്ടർ ചെയ്യുന്നതല്ല, അതായത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ പാടുള്ളൊരു സീനുണ്ട്. അതിൽ അമ്പാനോട് സംസാരിക്കുന്ന സീനുകളിൽ ബേസിലിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. ചിരിച്ച് സംസാരിച്ചതിനിടയിൽ പുള്ളിക്കാരൻ്റെ ചിരി മാറുന്നതും ഡയലോഗ് മാറുന്നതും മുഖഭാവം മാറുന്നതും ഒരു സീനുണ്ട്. അത് ബേസിലെ കുറെ നല്ല ഇമോഷണൽ സീൻസ് കാണാൻ പറ്റും. ലിജോ മോളായിട്ടുള്ള കൺവെർസേഷനിലുള്ള അജീഷ് മരിയാനോ, അതാണ് സജിൻ ഗോപുവിന്റെ ക്യാരക്ടറിന്റെ പേര്, അമ്പാന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ മരിയാനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശത്രു ഒന്നുമല്ല, പക്ഷെ എനിക്ക് സംഭവം നടക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ഒരു സ്നേഹമുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ അതിലുപരി ഒരു ദേഷ്യമുണ്ട്. കാരണം അയാളുടെ ഒരു ജീവിത വഴിയാണ് മുട്ടിപ്പോകുന്നത്. അപ്പൊ ആ ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ഒക്കെ ബേസിൽ കാണിച്ചത് അഭിനയിച്ചതൊക്കെ ഇടുവാക്കിയിട്ടുണ്ട്. ഒരു ഭയങ്കര റേഞ്ച് നമ്മളെ സിനിമയിൽ കാണാനുണ്ട്. പിന്നെ അതുപോലെ പറയേണ്ട ആളാണ് അമ്പാൻ. നമ്മൾ രംഗണ്ണന്റെ സ്വന്തം അമ്പാൻ, നമ്മളെ സ്വന്തം അമ്പാൻ. ആ അമ്പാന് ആ ഒരു ക്യാരക്ടറിലേ അല്ല നമ്മളതിൽ കാണുന്നത്. അതിൽ രംഗണ്ണനോട് ഭയങ്കര സ്നേഹമില്ല, ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ ഒരു അമ്പാനെയാണ് നമ്മളതിൽ കണ്ടത്. ഇതിലങ്ങനെയല്ല, ഭയങ്കര ഒരു രാക്ഷസ സ്വഭാവമാണ്. ഭയങ്കര ദേഷ്യക്കാരനായ, കാര്യങ്ങൾ ഇങ്ങനെ നടക്കണം എന്ന് ഭയങ്കര നിർബന്ധമുള്ള, എല്ലാത്തിനോടും ഭയങ്കര റൂഡായി സമീപിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അംബാനിയിൽ വരുന്നത്, സജിൻ ഗോപുവിൽ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സീനുകളുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കുറച്ചും കൂടെ മരിയാനോ എന്നുള്ള ക്യാരക്ടറിന്റെ റഫ് സൈഡുകളാണ് കാണുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തുമ്പം അയാളെ ശരിക്കുമുള്ള നിസ്സഹായ അവസ്ഥയും സംഭവങ്ങളൊക്കെ ഈ ബേസിലുമായിട്ട് സീനുകളിൽ വരുന്നുണ്ട്. അതൊക്കെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിലുള്ള സീനുണ്ട്, ബേസിലും സജിൻ ഗോപു ആയിട്ടുള്ള സീനുണ്ട്. അതിലൊക്കെ അമ്പാന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഫ്രണ്ട്ലി നോട്ടിൽ വന്ന് പുള്ളിക്കാരിങ്ങനെ റഫായി റൂഡായി വരുന്ന ആ ഒരു പരുക്കൻ ക്യാരക്ടർ വേറെ ലെവലാക്കി പുള്ളിക്കാരൻ പിടിച്ചിട്ടുണ്ട്. നമ്മൾ അമ്പാനെ പ്രതീക്ഷിച്ചോ ആലോചിച്ചോ ഈ സിനിമ കാണാൻ പോയാൽ നമുക്ക് നിരാശയായിരിക്കും. ഇതിൽ വേറെ ലെവൽ ഒരു സാധനമാണ് പുള്ളിക്കാരൻ അതിൽ കിടുവാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്നത് നമ്മളെ കുമ്പളങ്ങി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പം അങ്ങനത്തെ സിനിമകളിലൊക്കെ ആർട്ട് ഡയറക്ഷൻ ചെയ്ത പുള്ളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡയറക്ഷണൽ മൂവിയായത്. പൊന്മാന്റെ ടീസർ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
ഈ പടങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കാം, നല്ലൊരു നാട്ടുംപുറം, അവിടുത്തെ ഒരു കൾച്ചർ, ആ ഒരു സംഭവങ്ങളെല്ലാം കറക്റ്റായി സെറ്റപ്പ് ചെയ്ത് ആ ഒരു നാടിന്റെ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അറ്റ്മോസ്ഫിയറും ഒരു സ്ഥലവും സംഭവങ്ങളും കൊല്ലം തലവെട്ടിച്ചറ സ്ഥലം, അതിന്റെ ഭംഗി, അതിന്റെ ഒരു റൂഡ്നെസ് എല്ലാം നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ ഒരു ത്രില്ലിംഗ് ഫാക്ടർ ഉണ്ട് ഇതില്. എങ്ങനെ പൊന്ന് കിട്ടും എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ട്. അതിനെ കറക്റ്റായി കീപ്പ് ചെയ്ത് നല്ല എൻഗേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് സിനിമ. അടിപൊളി ഡയറക്ഷൻ ആയിട്ടുണ്ട്, കിടു ഡയറക്ഷൻ ആണ്. പിന്നെ എടുത്തു പറഞ്ഞ ക്യാരക്ടറാണ് ലിജോ മോളിന്റെ. ലിജോ മോളുടെ ക്യാരക്ടർ ബോൾഡാണ്, സ്ട്രോങ് ആണ്, പക്ഷെ നിസ്സഹായാണ്, ഹെൽപ്ലെസ് ആണ് പല സമയത്തും. ആ ഒരു ക്യാരക്ടർ നന്നായി ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. ബ്രൂണോ എന്നുള്ള ക്യാരക്ടറായിട്ട് എത്തിയ ആനന്ദ് മന്മഥൻ കിടുവാക്കിയിട്ടുണ്ട്. ആ ഒരു സഹോദരൻ എന്നുള്ള ക്യാരക്ടർ എത്രമാത്രം ഉത്തരവാദിത്തക്കുറവും എത്രമാത്രം താന്തോതിയാണെന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നന്നായി ക്യാരി ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ദീപക് പറമ്പോളുണ്ട്, അടിപൊളി റോളാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പാന്റെ അമ്മയായിട്ട് എത്തിയ ജയാ കുറുപ്പ് ഇനീഷ്യലി ഉള്ള സീനുണ്ട്. ഈ പെണ്ണ് കാണാൻ വരുന്ന സീനിലെ പെൺകുട്ടിയുടെ അമ്മയായി സംസാരിക്കുന്ന സീനിലെ നൈസാക്കി ചെയ്തിട്ടുണ്ട്. ലിജോ മോളുടെ ചെറിയമ്മയായിട്ട് അഭിനയിക്കുന്ന ആളാണ് ശൈലജ അമ്പു. മന്ദാകിനിയിലൊക്കെ ഉണ്ട് ഒരു കോമഡി മിക്സ് ആക്കിയുള്ള ഒരു ക്യാരക്ടറാണ്. അവരുണ്ടേലും നന്നായിട്ടുണ്ട്. രാജേഷ് ശർമ്മ, സന്ധ്യ രാജേന്ദ്രൻ, അതാണ് ലിജോ മോളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. കിരൺ പീതാംബരൻ, അങ്ങനെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ച എല്ലാ കാസ്റ്റൊക്കെ കിടുവാക്കിയിട്ടുണ്ട്. ഇത് ഇന്ദു ഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്നുള്ള നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഇന്ദു ഗോപൻ തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള തിരക്കഥ, ഭയങ്കര എൻഗേജിങ് ആയിട്ട് പടം എടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ കിടുവാക്കിയിട്ടുണ്ട് ജസ്റ്റിൻ വർഗീസിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ത്രില്ലിംഗ് ആയ സ്ഥലത്തെല്ലാം നല്ല ബീറ്റ്സ് ഒക്കെ വെച്ച് ആ ഒരു സന്ദർഭം നമുക്ക് തന്നെ ഒരു ഹാർട്ട് ബീറ്റ് അടിക്കുന്ന മൊമെന്റ് എടുക്കുന്നുണ്ട്. ലിജോ മോള് ബസ് കയറി പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബേസിൽ അമ്പാനെ കാണാൻ പോകുന്ന സീനുകൾ, അതെല്ലാം നല്ല ത്രില്ലിംഗ് എലമെന്റിൽ കീപ്പ് ചെയ്ത് പടത്തെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റിൻ വർഗീസിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓൾ ടൂർ പറഞ്ഞാൽ നല്ലൊരു മെസ്സേജ് ഉള്ള പടം. നമ്മൾ ആഫ്റ്റർ ഓൾ നമുക്ക് എല്ലാം വേണം, ജീവിതത്തിൽ പൊന്ന് വേണം, പണം വേണം, എല്ലാം വേണം. ആഫ്റ്റർ ഓൾ നമ്മൾ ജീവിക്കുന്നത് മനസ്സമാധാനത്തിന് വേണ്ട, അങ്ങോട്ട് പരസ്പരം ഉപദ്രവിക്കാതെ ഹാപ്പിയായി ജീവിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ല, ആ സംഭവമാണ് സിനിമ നമ്മള് പൊന്മാനിലൂടെ നമ്മളിലോട്ട് എത്തിക്കുന്നത്. ശ്രീധരൻകാട് എല്ലാം വലുതെല്ലാം മനുഷ്യനാണ്. ഒരു ഫാമിലി ആയിട്ട് പോയിട്ട് കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് മൂവി, അതാണ് പൊന്മാൻ. ഇപ്പൊ ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇത് എല്ലാവരിലോട്ടും എത്തിക്കണം, നല്ലൊരു പടമാണ്, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾ സിനിമ കണ്ടോ? അതിനൊക്കെ പടം ഇഷ്ടപ്പെട്ടുവാ? ബേസിൽ എങ്ങനെയുണ്ട്, അമ്പാൻ എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട്, എല്ലാവരും കുറിച്ച് അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾ സിനിമ കാണാൻ വെയിറ്റിംഗ് ആയി ഇരിക്കുവാണോ, ബുക്ക് ചെയ്തിരിക്കുവാണോ, ഇതൊക്കെയാണ് നിങ്ങളുടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എല്ലാം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടോ അതും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റേ റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഷോ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.